നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായുള്ള മാട്ടായി മേഖലയിലെ തെരച്ചിൽ താൽക്കാലികമായി പോലീസ് അവസാനിപ്പിച്ചു. പ്രതിയെ ഈ പ്രദേശത്ത് കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസും നാട്ടുകാരും ചേർന്നാണ് മാട്ടായി മേഖലയിൽ തെരച്ചിൽ നടത്തിയത്. മാട്ടായി മേഖലയിലാണ് ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടെ ഈ പ്രദേശത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കളി കഴിഞ്ഞ് ഈ വഴി തിരിച്ചു വരുമ്പോഴാണ് ചെന്താമരനോട് സാദൃശ്യമുള്ള ഒരാളെ ഈ മേഖലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ചെന്താമരയാണെന്ന് എന്ന രൂപസാദൃശ്യമുള്ള ആളെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ മുതിർന്ന ആളുകളെ വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സംഘമടക്കം ഇവിടെ എത്തുകയും ചെന്താമരയോട് രൂപസാദൃശ്യമുള്ള ആൾ തന്നെയാണ് അത് കണ്ടത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് അതിനുശേഷം ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വ്യാപകമായി പരിശോധന നടത്തുകയായിരുന്നു. എന്നാൽ ചെന്താമരയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അതിനാൽ തന്നെ താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം നീണ്ട തിരച്ചിലായിരുന്നു ഈ മേഖലകളിൽ മുഴുവൻ നാട്ടുകാരും അതേപോലെ തന്നെ പോലീസും ചേർന്ന് നടത്തിയത്. എന്നാൽ ചെന്താമരയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ പോലും പോലീസിന്റെ പരിശോധന രാത്രിയിലും ചില മേഖലകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായ പരിശോധനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ചെന്താമരയെ പിടികൂടുക എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് ഈ കൊലപാതകം നടന്നതിന് ശേഷം മണിക്കൂറുകൾക്കകം തന്നെ ഈ പോത്തുണ്ടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി വനമേഖലകളും മലനിരകളും കേന്ദ്രീകരിച്ചും ഇപ്പോൾ അതിന് ആ പ്രദേശത്ത് നിന്നും ഒരു 4 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് ഈ മാട്ടായി. ഈ മേഖലയിലേക്കും ചെന്താമര ഉണ്ട് എന്ന ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുള്ളത്. നാളെ രാവിലെ മുതൽ കൂടുതൽ സേനാംഗങ്ങളെയും അതേപോലെ തന്നെ കടാവർ നായകളെയും ഉപയോഗിച്ചുള്ള തിരച്ചിൽ വ്യാപകമായി നടത്തുമെന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ജാഗ്രതയോടുകൂടിയാണ് നാട്ടുകാരും ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുള്ളത്. കാരണം ചെന്താമര ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന ഒരു സൂചനയിൽ തന്നെയാണ് അവരും ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ 2019 കൊലപാതകം നടന്നപ്പോഴും ചെന്താമര പ്രദേശത്ത് തന്നെ 4-5 ദിവസത്തോളം രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് നാട്ടുകാരും ചേർന്ന് ചെന്താമരയെ പിടികൂടിയത്. അതിനാൽ തന്നെ ഈ പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും പോലീസിന്റെ രഹസ്യമായ തെരച്ചിൽ പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ രാവിലെയും ശക്തമായ രീതിയിൽ തന്നെ തിരച്ചിൽ തുടരുമെന്നാണ് പോലീസിൻ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. ചെന്താമരയെ കണ്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാട്ടായി മേഖലയിൽ വ്യാപക പരിശോധന കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത്. ഇപ്പോൾ ആ മേഖലയിൽ പൂർണ്ണമായും പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമര അവിടെ ഇല്ല എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസ് സംഘത്തെ ആ പ്രദേശങ്ങളിലൊക്കെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് സച്ചിൻ വള്ളിക്കാട്.